ഹായ്, വെൽക്കം ബാക്ക് ടു ടൂൺ ടോക്ക് ബൈ ഹന്ന. ഇന്നത്തെ ഗസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഐ എം ഷാജഹാൻ. ഞാൻ മുന്ന. ലാസിമ. സോ നമുക്ക് ഇവരോടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിച്ച ചോദ്യങ്ങളും അല്ലാത്ത ചോദ്യങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട്. ഷാജഹാന്റെ ഫേവറേറ്റ് സിംഗർ ആരാണ്? ശ്രീറാം. സിദ് ശ്രീരാം. മുന്നന്റെ? ഹരിജന. ലാസിമ? അർജിത് സിംഗ്. ഓക്കെ, ഇനി ഇവരോട് ക്വസ്റ്റ്യൻ ആയിട്ട് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മുന്നനോട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് റാപ്പ് സോങ്ങുകളൊക്കെ പഠിക്കുന്നത്? എഴുതി പഠിക്കുകയാണോ അതോ കാണാതെ കേട്ട് 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 പഠിക്കുന്നതാണോ? കേട്ടിട്ടാണ് പഠിക്കുന്നത്. യെസ്. മുന്നേക്ക് ഇഷ്ടപ്പെട്ട ജോണർ ഓഫ് സോങ്സ് ഏതാണ്? എങ്ങനത്തെ ടൈപ്പാണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ട്രൈ ചെയ്യണാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഹിപ്പ് ഹോപ്പ് പരിപാടികളാണ് ഞാൻ കൂടുതൽ കമ്പോസും പരിപാടികളും. പിന്നെ മുന്നേനോട് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ? ലവർ ഉണ്ടോ എന്നാണ്. ലവർ ഉണ്ടോ? ഇല്ല, പെണ്ണില്ല. ഇതിനുള്ള കഴിവില്ലല്ലോ. അവനതിനുള്ള. യെസ് യെസ്. അപ്പൊ അതൊക്കെയാണ് മുന്നേനോട് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി മുന്നേന്റെ ഒരു സോങ്ങും കേൾക്കാം. ഒരു 2 വരി. തുള്ളി 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 മഴയായി വന്നാലേ ചൂട 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 മരത്തെ പോനാലേ பார்த்தால் பார்க்க தோன்றும் பேரை கேட்க தோன்றும் பூப்போ சிரிக்கும் போது காற்றாய் பறவேன தோன்றும். യെസ്, നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. മുന്നേ മെയിൻ ആയിട്ട് സ്റ്റേജിൽ കയറിയ മെലഡി പാടുന്നത് ഹരിചരന്റെ സോങ് ആണ്. ഇനി ഷാജഹാനോടാണ്. ഷാജഹാൻ തന്നെ ഇട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മമ്മൂക്കി ഷാജഹാനൊക്കെ ലുക്കിന്റെ കാര്യത്തിൽ ഭയങ്കരാണല്ലോ. അപ്പൊ ആ ലുക്കിന്റെ രഹസ്യം എന്താന്നുള്ളത് ചോദിക്കാം. ഇനി ഷാജഹാനോട് ചോദിക്കാനുള്ളത്, ഷാജഹാന്റെ ഒരുവിധം ഇൻസ്റ്റഗ്രാമിലെ എല്ലാ സോങ്സും വരുന്നത് തമിഴ് സോങ്സ് ആണ്. തമിഴ് സോങ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ? ഇനി ഒരു കൊളാബറേഷൻ ആരെങ്കിലും കൂടെ ചെയ്യാൻ കിട്ടാണെങ്കിൽ ആരെ കൂടെ ചെയ്യാനാണ് താല്പര്യം? നമുക്കൊരു സോങ് കേട്ടാലോ? നീലോത്തി. நினைச்ச வாழ்க்கை வேணும் ஒன்று நெஞ்சோ கிடந்து ஏங்குதே படைச்ச சாமி கேட்காததையும் படிச்ச சாமி கேட்டதே எல்லாரையும் போல நல்லாரு போனால நீதி தரும் செய்தி வரும் നമുക്കുണ്ട് അഴകിയ എതിർക്കാലം. എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് തന്നെയാണ് നമ്മളെ ഷാജഹാനും പാടിയത്. ഇനി ലാസിമാനോടാണ്. ഓക്കെ, പിക്ക് ലാസിമനോട് നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിട്ട് ഇട്ടപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ചോദിച്ചാണ് ലാസിമന്റെ ലുക്കിന്റെ രഹസ്യം, അതുപോലെ സ്കിൻ കെയർ, മേക്കപ്പ് റുട്ടീൻ ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ലാസിമ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ലാസിമ സിംഗറാണ്, ഡാൻസറാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോ ലാസിമനോട് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്യലില്ല കേട്ടോ. മേക്കപ്പ് ചെയ്യലില്ല. സത്യം, ഞാൻ മേക്കപ്പ് ചെയ്യലില്ല. ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും, പിന്നെ കണ്ണിൽ കുറച്ച് ഐലൈനർ, വേറെ ഒന്നും യൂസ് ചെയ്യില്ല. ലാസിമന്റെ ഫേവറേറ്റ് സിംഗർ നമ്മുടെ അർജിത് സിംഗ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാസിമക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ മോട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ലേ? അത് അങ്ങനെ ചോദിച്ചാല് മോട്ടീവ് ആയതൊന്നുമല്ല. ഇങ്ങനെ നാട്ടിലൊരു പരിപാടി നടന്നപ്പോ ഞാൻ പാട്ട് പാടി. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അവരാണ് എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇറങ്ങി. അതുപോലെ ലാസിമനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാസിമന്റെ ഫാമിലി സപ്പോർട്ട്. കാരണം നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചിട്ടില്ല. ലാസിമ കല്യാണം കഴിച്ച വ്യക്തിയാണ്, അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോ ലാസിമന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, അതുപോലെ മോന് സായ് ബേബിനെ വീട്ടിലാക്കിയിട്ടാണ് ആള് പ്രോഗ്രാമിനൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു ഇതെങ്ങനെയാണ്, സപ്പോർട്ട് എങ്ങനെയാണ് മൊത്തത്തില് വീട്ടിലെ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ, വീട്ടിലിങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ തോന്നി. അങ്ങനെ പിന്നെ വീണ്ടും ഇറങ്ങി കല്യാണം കഴിച്ചു കഴിഞ്ഞ ശേഷം അങ്ങനെ പിന്നെ
ഫീൽഡിൽ ഇറങ്ങി ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആരും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ആ, support ആണ്. ഇനി എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്റ്റേജിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും മെലഡി സോങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ 3 പേരും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഫാസ്റ്റ് സോങ്സ് ആണ് പാടേണ്ടി വരല്. അപ്പൊ ഈ ഫാസ്റ്റ് സോങ്സ് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ പഠിക്കുകയാണോ അതോ കഴിഞ്ഞു പോകാനുള്ള ഒരു ഇതിന് പഠിക്കുന്നതാണോ? ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറിയേ. അതായത് എനിക്ക് മെലഡി സോങ്സ് ആണ് ഇപ്പം ഞാൻ കമ്പോസ് ചെയ്യണത് റാപ്പ് ഹിപ്പ് ഹോപ്പ് ടൈപ്പ് സാധനമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ പറയാ മെലഡീസ് ആണ് കമ്പോസ് ചെയ്യാനും പാടാനും. ആരും പഠിപ്പിക്കണില്ല അറിയില്ലേ ആൾക്കാർക്ക് വേണ്ടത്. പിന്നെ വേറൊരു songs പ്രശ്നം ആണ്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമിന് പോകുന്നതിലും ഓഡിയൻസിന് എന്താണ് വേണ്ടത് ആ പാട്ട് നമ്മൾ പാടി കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് പ്രതീക്ഷിച്ച് പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ മെലഡി ആർക്കും വേണ്ടി വരിക. മെലഡി നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന സ്ഥലത്ത് ഫാസ്റ്റ് ആവാൻ വേണ്ടി വരിക. ഓഡിയൻസിന് എന്താണ് ആപ്റ്റ് ആവുന്നത് അത് നമ്മൾ പാടി കൊടുക്കുക. അതാണ് നമ്മളൊരു അപ്പൊ എല്ലാ സോങ്സും ഇവർ പാടുന്നതാണ്, എല്ലാ ടൈപ്പ് സോങ്സ് പാടുന്നതാണ്. നിങ്ങൾക്ക് അവരെ പ്രോഗ്രാമിനൊക്കെ വിളിക്കാം, 3 പേരെ വിളിക്കാം, എന്നെയും വിളിക്കാം അല്ലേ? അതെ. ഇന്ന് നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് AJ മ്യൂസിക് ബാൻഡിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങള് ഇപ്പോ വന്നതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പ്രോഗ്രാമിന് വിളിക്കാം. ഇനി ഇന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഇവരെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ ഫോളോ ചെയ്യാം. താങ്ക് യു. താങ്ക് യു. Love you guys.